ഞാൻ ഈ പറയുന്ന കാര്യമൊന്ന് ശ്രദ്ധിച്ചു കേൾക്കണേ. നിങ്ങൾക്ക് ഉപകാരപ്പെടും. തീർച്ചയാണ്. ഒരുപാട് നീറുന്ന പ്രയാസങ്ങളും കൊണ്ട് നടക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, ഒരിക്കലും വിധി അനുകൂലമായി വരികയില്ല എന്ന് ഉറപ്പിച്ചു വെച്ച പ്രയാസങ്ങളുണ്ടോ, കേസുകളുണ്ടോ, പ്രശ്നങ്ങളുണ്ടോ? ഒരിക്കലും നിരാശപ്പെടരുത്. ഞാൻ ഏത് കാര്യത്തിലും പരാജയപ്പെട്ടു പോകുന്നു. ഈ കാര്യത്തിലും ഞാൻ പരാജയപ്പെട്ടു പോകും. എനിക്കനുകൂലമായി വിധി വരികയില്ല എന്ന് ഉറപ്പിച്ചു വെച്ച ഏതേത് പ്രയാസങ്ങളാവട്ടെ, ഏതേത് പ്രശ്നങ്ങളാവട്ടെ, ഏത് കേസിലാണ് നിങ്ങൾ അകപ്പെട്ടിരിക്കുന്നത്, എത്ര വലുതായിക്കോട്ടെ, എത്ര ചെറുതായിക്കോട്ടെ, ഞാൻ ഈ പറയുന്ന കാര്യമൊന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണേ. നമ്മുടെ പ്രയാസങ്ങളോ നമ്മുടെ വിഷമങ്ങളോ ഏത് കുടുക്കിലാണ് പെട്ടിരിക്കുന്നത് എങ്കിൽ ഏതുമാവട്ടെ, അത് നമ്മുടെ മനസ്സിലങ്ങ് ഉറപ്പിച്ചുകൊണ്ട് ഏത് വിഷമവും ഏത് പ്രയാസവും ദൂരീകരിക്കപ്പെടും എന്ന ഒരൊറ്റ മനസ്സോടുകൂടി, ഒരൊറ്റ ആഗ്രഹത്തോടുകൂടി, ഒരൊറ്റ ഉദ്ദേശത്തോടുകൂടി നമ്മെ കണ്ടുകൊണ്ടിരിക്കുന്ന, നമ്മുടെ പ്രയാസങ്ങളും വിഷമങ്ങളും കേട്ടുകൊണ്ടിരിക്കുന്ന ഏകനായ റബ്ബുൽ ഇസ്സത്തിനോട് ആത്മാർത്ഥമായി മനസ്സ് തട്ടി പറയാൻ തയ്യാറുണ്ടോ? ഏത് കേസാണെങ്കിലും, ഏത് കുടുക്കിൽ അകപ്പെട്ടതാണെങ്കിലും, ഏത് പ്രയാസമാണെങ്കിലും, ഏത് വിഷയമാണെങ്കിലും ആത്മാർത്ഥമായി ഞാൻ ഈ പറയുന്നത് നിങ്ങൾ പറയാൻ തയ്യാറുണ്ടോ എങ്കിൽ തീർച്ചയായും അത് ഏത് വിഷയമാവട്ടെ, ഏത് കേസാവട്ടെ, ഏത് കുടുക്കാവട്ടെ, രക്ഷപ്പെടും എന്ന കാര്യത്തിൽ തർക്കമില്ല. ആത്മാർത്ഥമായി പറയൂ. യാ ഹകീമു യാ അല്ലാഹ്, യാ ഹകീമു യാ അല്ലാഹ്, യാ ഹകീമു യാ അല്ലാഹ്. എന്താണ് പറയുന്നത്? യാ ഹകീമു, വിധി വിധിക്കുന്നവനെ, ഏത് പ്രയാസങ്ങൾക്കുമുള്ള, ഏത് വിഷമങ്ങൾക്കുമുള്ള, ഏത് കുടുക്കുകൾക്കുമുള്ള, എങ്ങനെയുള്ള പ്രയാസങ്ങളാവട്ടെ, ആ പ്രയാസങ്ങളൊക്കെ, ഈ പ്രശ്നങ്ങൾക്കൊക്കെ, ഈ വിഷയങ്ങൾക്കൊക്കെ വിധി തീരുമാനിക്കുന്നവനെ, വിധി നിർണയിക്കുന്നവനെ, യാ അല്ലാഹ്. അല്ലാഹുവിനോടാണ് പറയുന്നത്. തീർച്ചയായും എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന സഹോദരന്മാരെ, സഹോദരിമാരെ, എല്ലാ വിഷമങ്ങളും എല്ലാ പ്രയാസങ്ങളും ഏതേത് കേസിൽ അകപ്പെടട്ടെ, ആ കേസുകൾക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവനിക്ക് അനുകൂലമായ വിധി നിർണയിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മനം നൊന്തുകൊണ്ട് മനസ്സ് തട്ടി പറയുന്നതും ചിന്തിക്കുന്നതും ഒന്നായിരിക്കണം. നാം ഒരു കാര്യം നമ്മുടെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നാം പറയുന്നത് ഒന്നും ആരോടാണോ പറയുന്നത്, ഞാൻ എന്താണോ പറയുന്നത് എന്നൊന്നും അറിയാതെ, മനസ്സിൽ ആത്മാർത്ഥതയില്ലാതെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഈ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതില്ല, കേൾക്കേണ്ടതില്ല. നേരെ മറിച്ച് നിങ്ങളുടെ പ്രയാസങ്ങളും വിഷമങ്ങളും അത് മനസ്സിൽ തട്ടി ഏകനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോട്, നമ്മുടെ പ്രയാസങ്ങളും വിഷമങ്ങളും അറിയുന്ന റബ്ബിനോട് ആത്മാർത്ഥമായി യാ ഹകീമു യാ അല്ലാഹ് എന്ന് പറയാൻ തയ്യാറുണ്ടോ? ആവർത്തിച്ചു പറയാൻ തയ്യാറുണ്ടോ? ഇതുവരെ നിങ്ങൾ പെട്ട പ്രയാസങ്ങളൊന്നും ഇനി പ്രയാസപ്പെടേണ്ടി വരില്ല. ഇതുവരെ നിങ്ങൾ എന്തൊക്കെ വിഷമങ്ങളാണോ സഹിച്ചത്, അത്രയും വിഷമങ്ങൾ ഇനി സഹിക്കേണ്ടി വരില്ല. തീർച്ചയായും നിങ്ങൾ അകപ്പെട്ടിരിക്കുന്ന ആ വിഷമങ്ങൾക്കും പ്രയാസങ്ങൾക്കും ഒരു തീരുമാനം അവിടെ കണ്ടെത്തുന്നതാണ്. അതുകൊണ്ട് തന്നെ യാ ഹകീമു യാ അല്ലാഹ്, യാ ഹകീമു യാ അല്ലാഹ് എന്ന് ആവർത്തിച്ചുകൊണ്ട് അള്ളാഹുവിനോട് പറയൂ. എൻ്റെ സഹോദരന്മാരെ, എല്ലാ പ്രയാസങ്ങളും, എല്ലാ വിഷമങ്ങളും, എല്ലാ ദുരിതങ്ങൾക്കും ഒരു അവസാനമുണ്ടാകുന്നതാണ്.